ഗൾഫിൽ 5 വർഷം, മറ്റു ചിലർ 10 വർഷം, വേറെ ചിലർ 20 വർഷം ജോലി ചെയ്യുന്നു. നല്ല ചൂടിലാണ് ജോലി, നല്ല പ്രഷർ ഉണ്ട്, ഫാമിലിക്കായിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ബാലൻസ് 0 ആണ്. എന്താണ് ഇതിന് കാരണം? സാലറി കുറവാണോ? അല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൾഫ് മലയാളീസ് നടത്തുന്ന മണി മിസ്റ്റേക്സിനെ പറ്റി സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഈ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൾഫ് ലൈഫ്, ഫൈനാൻഷ്യൽ റിയാലിറ്റി, റിയൽ ട്രൂത്ത് എന്നിവ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്ന ചാനലാണ്. ആദ്യത്തെ വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷോ ഓഫ് ലൈഫ് ആണ്. സാലറി 80,000 ആയിരിക്കും, പക്ഷെ ലൈഫ് ഷോ ചെയ്യുന്നത് 2 lakhsന്റെ ആയിരിക്കും. പുതിയ പുതിയ ഐഫോണുകൾ വാങ്ങുക, പുതിയ കാറുകൾ മാറ്റി വാങ്ങുക, എല്ലാ വെക്കേഷനിലും റീൽസിന് വേണ്ടി മെനക്കെടുക, ഗോൾഡ് ചെയിൻ വാങ്ങുക. പക്ഷെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഡാർക്ക് ആണ്, 0 ബാലൻസ് ആയിരിക്കും. റിച്ച് ആയിട്ടുള്ള ലൈഫ് ഷോ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ റിച്ച് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് അത് കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന പല ലക്ഷറി ലൈഫുകളുടെയും ബാക്കിൽ EMIs ആയിരിക്കും. രണ്ടാമത്തെ വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇല്ലാത്ത സ്പെൻഡിങ് ആണ്. അതായത് സാലറി വരുന്ന ദിവസം നമ്മൾ രാജാവാണ്, അത് കഴിയുമ്പോൾ പയ്യെ 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 ഓരോ എക്സ്പെൻസുകൾ പൊക്കൊണ്ടേയിരിക്കും. ആദ്യം തന്നെ റെന്റ് പോവും, രണ്ടാമത് ഫുഡിനുള്ള എക്സ്പെൻസ് പോവും, മൂന്നാമത് ഷോപ്പിംഗ്, നാലാമത് ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, പിന്നെ മന്ത് ആവുമ്പോൾ നമ്മുടെ വാലറ്റ് 0 ആകും. മാസാവസാനം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്യാഷ് എല്ലാം എങ്ങോട്ട് പോയി, എന്താക്കി നമ്മൾ? ക്യാഷ് കള്ളൻ കൊണ്ടുപോകുന്നതല്ല, നമ്മൾ പ്ലാനിങ് ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്നതിന്റെ പ്രോബ്ലമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ വരവ് എത്ര, അതായത് സാലറി, അതർ ഇൻകത്തിന്റെ വരവ് എത്ര, പിന്നെ നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് റെന്റ്, അങ്ങനത്തെ ഫുഡിനുള്ള എക്സ്പെൻസ്, അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, പിന്നെ അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എമൗണ്ട് സേവ് ആക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാവർക്കും ATM ആകുന്നത്. ബ്രദറിന്റെ ഫംഗ്ഷൻ, കസിന്റെ ഹെൽപ്പ്, ഫെസ്റ്റിവൽ സീസണിന്റെ ഹെൽപ്സ്, വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങുക, വീട്ടിന് പെയിന്റ് അടിക്കുക, ഇങ്ങനെ എല്ലാത്തിനും, എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ ആണ്, അവൻ ഗൾഫിലാണ്, അവന് പറ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് സഹായിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ആക്കണം വീട്ടിലേക്ക്, പക്ഷേ നിങ്ങൾ മെഷീൻ അല്ല, മനുഷ്യനാണ്. സോ നിങ്ങളെ തകർത്തുകൊണ്ടാകരുത് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ എല്ലാ മാസവും മാറ്റി വെക്കുക. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ യേസ് പറയേണ്ട ഒരു കാര്യവുമില്ല, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. നാലാമത്തെ പാട്ടിന് 2 സെക്ഷൻസ് ഉണ്ട്. ഒന്ന്, സേവിങ്സ് ചെയ്യുന്ന മണി ബാങ്ക് അക്കൗണ്ടിൽ മാത്രം വെക്കുന്നത്. അതായത് നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു എമൗണ്ട് സേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് വെക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഒരു 5 വർഷം കൊണ്ട് ഒരു 10 lakhs rupees സേവ് ചെയ്തു, അത് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ എല്ലാ വർഷവും ഇൻഫ്ലേഷൻ കാരണം അതിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വൈസ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റണം. അതായത് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എമർജൻസി ഫണ്ട് മാത്രമേ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തേത് ലോൺ ട്രാപ്പ് ആണ്. നിങ്ങൾ UAE-യിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ വർക്ക് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ധാരാളം ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടും ബാങ്കിൽ നിന്നും. അതായത് ലോൺ കിട്ടും, ക്രെഡിറ്റ് കാർഡ് കിട്ടും, ഫോണിന് EMI കിട്ടും, അങ്ങനെ പല ഓപ്ഷൻസ് കിട്ടും. അതെല്ലാം പോയി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിലാകും. ലോൺ എടുക്കുന്നത് ഒരിക്കലും ഫ്രീഡം അല്ല, അത് പ്രഷർ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ. സോ ലോൺ വാങ്ങുന്നത് വളരെ ഈസിയാണ്, പക്ഷെ അടയ്ക്കുമ്പോഴാണ് അതിന്റെ റിയാലിറ്റി മനസ്സിലാകുന്നത്. സോ നിങ്ങൾ വൈസായിട്ട് മാത്രമേ ലോൺ ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. അഞ്ചാമത്തെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് ഗൾഫ് ലൈഫ് പെർമനന്റ് ആണെന്ന് കരുതൽ. ആദ്യം ചിലർ ഗൾഫിലേക്ക് വരുന്നത് 2 വർഷത്തേക്കാണ്, പിന്നെ അത് 5 വർഷത്തേക്ക് മാറും. 5 വർഷം അത് 10 വർഷമാവും, 10 വർഷം 15 വർഷമാവും. സ്റ്റിൽ നോ പ്ലാൻ ടു റിട്ടേൺ. ബിസിനസ് പ്ലാൻ ഇല്ല, വീട് പണി എപ്പോ തീരുമെന്ന് അറിയത്തില്ല, അതർ ഇൻകം ആയിട്ട് ഒരു സോഴ്സും ഇല്ല, എന്ന് തിരിച്ചു പോകുമെന്നറിയില്ല. ഇങ്ങനെ ഗൾഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആണ്. അതിനെ നമ്മൾ പലരും പെർമനന്റ് ഡ്രീം ആക്കി മാറ്റുകയാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഗൾഫ് വർക്കേഴ്സ് എല്ലാവരും ചിന്തിക്കേണ്ടത് അവരുടെ ഒരു എക്സിറ്റ് പ്ലാൻ ആണ്, എന്ന് തിരിച്ചു പോകും, എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അടുത്ത ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. അവൻ വീട് വാങ്ങി, അവൻ കാറ് വാങ്ങി, അവൻ വില്ല വാങ്ങി, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്കറിയില്ല അവന്റെ സ്ട്രെസ് എത്രയാണെന്നോ അവന്റെ ലോൺ എത്രയാണെന്നോ. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ സേവിങ്സിനെ ഇല്ലാതാക്കരുത്. ആളുകൾ സക്സസ് മാത്രമേ വെളിയിൽ കാണിക്കുകയുള്ളൂ, അവരുടെ സ്ട്രഗിൾ ഒരിക്കലും അവർ പുറത്ത് കാണിക്കത്തില്ല. സോ അത് കണ്ട് ഒരിക്കലും നമ്മുടെ സേവിങ്സ് സ്പെൻഡ് ചെയ്ത് അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. 60,000 സാലറി ഉള്ള ചിലർ സേവ് ചെയ്യും, പക്ഷെ 1 lakh സാലറി ഉള്ള ചിലർക്ക് ചിലപ്പോൾ 0 സേവിങ്സ് ആയിരിക്കും. സോ ഇൻകം നിങ്ങൾ
നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യിക്കും. ഡിസിപ്ലിൻ ആണ് നിങ്ങളെ റിച്ച് ആക്കുന്നത്. നിങ്ങൾ ഗൾഫിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ റിയലി വർക്ക് ചെയ്യുകയാണോ അതോ ഇയേഴ്സ് വേസ്റ്റ് ചെയ്യുകയാണോ? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് തോന്നിയ മിസ്റ്റേക്സ് എന്താണെന്ന് കമന്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിനാൻഷ്യൽ ട്രൂത്ത് പ്ലസ് ഗൾഫ് റിയാലിറ്റി വീഡിയോകൾക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.